അപ്പോൾ നമ്മൾ ഇരുമുടി എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു ഭാഗമായിട്ട് ഇരുമുടിയെ കണക്കാക്കാം. നമ്മുടെ വിഷമങ്ങളെല്ലാം നമ്മൾ ഇരുമുടിയിൽ നെയ്ത്തേങ്ങയിൽ നിറച്ചു. നമ്മൾ നമ്മുടെ ശരീരമാകുന്ന ആ തേങ്ങയെ നമ്മൾ ശരീരമായിട്ട്, നാളികേരത്തിനെ നമ്മൾ ശരീരമായിട്ട് കണ്ടാൽ ആ നെയ്യിനെ നമ്മുടെ ആത്മാവായിട്ട് കാണാം. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ നെയ്യിൽ നമ്മൾ തേങ്ങയിൽ ആ നെയ്യ് നിറച്ച് നമ്മൾ ഭഗവാനിലേക്ക് അഭിഷേകം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണത് ചെയ്യുന്നത്. അപ്പോൾ ഇരുമുടി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചാൽ ജീവിതത്തിലെ ഒരു ഭാഗം തന്നെയാണ്. കാരണം സുഖവും ദുഃഖവും, ഈ ഒരു മല കയറിയാൽ ഒരിറക്കമുണ്ടാകും. അപ്പോൾ ജീവിതത്തിൽ സുഖമുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു ദുഃഖമുണ്ട്. ഒരാൾക്കും ജീവിതകാലം മുഴുവൻ ദുഃഖമുണ്ടാകില്ല, ഒരാൾക്കും ജീവിതകാലം മുഴുവൻ സുഖവും ഉണ്ടാകില്ല. ഇത് രണ്ടും ചേരുമ്പോൾ മാത്രമേ ഒരു ജീവിതമുണ്ടാകുള്ളൂ. അവിടെ അത് ഭഗവാൻ ശരിക്കും നമ്മളെ അയ്യപ്പസ്വാമിയുടെ ജീവിതത്തിലൂടെ നമ്മളെ കാണിച്ചു തരിക തന്നെയാണ് ചെയ്യുന്നത്. ആ ഭഗവാൻ ചൈതന്യം എങ്ങനെയാണ് ഓരോ മനുഷ്യനിലേക്കും എത്തുന്നത് എന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ്. ഞാനും നീയും വ്യത്യാസമില്ല, എല്ലാവരും ഒരേപോലെയാണ്, എല്ലാ മനുഷ്യരും ഒരേപോലെയാണ് എന്നും ഭഗവാൻ കലിയുഗവരതനായ അയ്യപ്പസ്വാമി കാണിച്ചു തരികയാണ്. ശനീശ്വരനായ ഭഗവാൻ അയ്യപ്പസ്വാമി നമുക്ക് കാണിച്ചു തരിക കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അയ്യപ്പസ്വാമിയുടെ ഓരോ ഇതും നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം, മതസൗഹാർദ്ദത്തിൻ്റെ ആയാലും സ്നേഹത്തിൻ്റെ ആയാലും സഹോദരത്തിൻ്റെ ആയാലും ആ കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ ആ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ആ കഥകളിലൂടെ നമ്മൾ പോയാൽ നമുക്കറിയാൻ സാധിക്കും എത്ര കണ്ടാണ് മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും എങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ടതെന്നും ഒക്കെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓരോ ഭക്തനും ഓരോ രീതിയിലുള്ള അനുഭവമായിരിക്കും അവരുടെ ശബരിമല യാത്രയിലൂടെ പറയുന്നത്. നമ്മൾ ഈ പൂജയായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലത്തും, ശ്രീലങ്ക ആയാലും മസ്കറ്റിലായാലും അതുപോലെ ആന്ധ്രയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഭക്തൻ്റെയും അനുഭവം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു അയ്യപ്പസ്വാമിയുടെ അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മയുടെ അടുത്ത് പൂജ കഴിക്കാൻ കിട്ടിയ എത്ര ഭാഗ്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അവരൊക്കെ തരുന്ന നമ്മുടെ അംഗീകാരം എന്നുള്ളത് അയ്യപ്പസ്വാമിക്കും മാളികപ്പുറത്തമ്മയ്ക്കാണ്. ഒരിക്കലും എൻ്റെ രജുകുമാർ നീലകണ്ഠൻ നമ്പൂതിരി അല്ല അവരവിടെ കാണുന്നത്, അയ്യപ്പസ്വാമിയോ അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മയോ. അതൊക്കെ അവർക്ക് കിട്ടുന്ന ആ അയ്യപ്പസ്വാമിയും മാളികപ്പുറത്തമ്മയും കൊടുക്കുന്ന ആ ഒരു അവരുടെ സ്നേഹവും അവരുടെ ഭക്തിയും ഒക്കെ തന്നെയാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മളത് മനസ്സിലാക്കുകയാണ്. അതിനൊക്കെ ഭഗവാനോടും ഭഗവതിയോടും എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ മതിയാവില്ല എന്നുള്ളത്, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇങ്ങനെയൊരു ജീവിതം, ഒരു മേൽശാന്തി എന്നുള്ള ആ ഒരു സ്ഥാനത്ത് നമുക്ക് ആ ഒരു വർഷം ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് എത്രയോ മഹാന്മാരിരുന്ന, എത്രയോ നല്ല വലിയ വലിയ ആൾക്കാരിരുന്ന ആ സ്ഥാനത്തേക്ക് നമ്മളെപ്പോലുള്ള ഒരാൾക്കും പൂജ കഴിക്കാൻ സാധിച്ചു എന്നുള്ളത് എത്ര മഹാഭാഗ്യമാണ്. അപ്പോൾ ഈ ഒരു 100 വർഷം എടുത്താൽ അതിലാകെ 200 പേരാണ് അവിടെ വരുന്നത്. അതിലൊരാളായിട്ട് നമുക്ക് വരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യം കൂടി ആയിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ അമൃത ചാനലിലൂടെ നമുക്കൊന്ന് കാണാനും ഇതിലൊന്ന് സംസാരിക്കാനും കിട്ടിയത് തന്നെ അയ്യപ്പസ്വാമിയുടെയും മാളികപ്പുറത്തമ്മയുടെയും അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഈ ലോകത്ത് മുഴുവനുള്ള എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും അയ്യപ്പസ്വാമിയും മാളികപ്പുറത്തമ്മയും തരട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണം.